നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. വിമാന സർവീസ് ഉടൻ. ഇന്ത്യക്കും അയർലൻഡിനും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് ഉടൻ ആരംഭിക്കും. 2 വർഷത്തിനുള്ളിൽ ഇത് സാധ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി ജാക്ക് ചാമ്പേഴ്സ്. എണ്ണത്തിൽ വർധനവ്. ഈ സ്കൂട്ടർ അപകടത്തെ തുടർന്ന് താള യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ എണ്ണത്തിൽ വർധനവ്. എണ്ണം ഇരട്ടിയായി. നടപടിക്രമങ്ങൾ വേഗത്തിൽ. മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്കായുള്ള പുതിയ സേവിംഗ്സ് സ്കീമിന് അംഗീകാരം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ധനമന്ത്രാലയം. വരും ആഴ്ചകളിൽ മന്ത്രിസഭയിൽ അവതരിപ്പിക്കും. രണ്ടും കൽപ്പിച്ച് കർഷകർ. ബോർഡ് ബിഐക്കെതിരായ പ്രതിഷേധം ശക്തമാക്കാൻ കർഷകർ. ഇതിന്റെ ഭാഗമായി മയോ കൌണ്ടിയിലെ കർഷകർ യോഗം ചേർന്നു. നോറോ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് നിർദ്ദേശവുമായി താള യൂണിവേഴ്സിറ്റി ആശുപത്രി. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ ആശുപത്രിയിലേക്ക് വരുന്നത് ഒഴിവാക്കണമെന്ന് ആശുപത്രി വ്യക്തമാക്കി. ടെമ്പിൾ ബാറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ പ്രതിക്കായി ഊർജിത അന്വേഷണം ആരംഭിച്ചു പോലീസ്. പരിക്കേറ്റ യുവാവിന്റെ നില ഗുരുതരം. മഴയിലും തണുത്ത കാലാവസ്ഥയിലും ബുദ്ധിമുട്ടിലായ അയർലൻഡിലെ കർഷകർ. കനത്ത മഴയെ തുടർന്ന് സ്ലറി സംഭരണം തടസ്സപ്പെട്ടു. ക്ഷണിച്ചിട്ടില്ലെന്ന് US. സെന്റ് പാട്രിക്സ് ദിനത്തോടനുബന്ധിച്ച് വൈറ്റ് ഹൌസിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ സിൻഫെയിന് ക്ഷണമില്ല. US എംബസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഡബ്ലിനിൽ പുതിയ ഓഫീസ്. ഡബ്ലിനിൽ പുതിയ ഓഫീസ് തുറക്കാൻ ടെക് ഭീമനായ ആപ്പിൾ. ഇത് 300ഓളം തൊഴിലവസരങ്ങൾക്കാണ് വഴി തുറക്കുക. ആൽബം റിലീസ് ചെയ്തു. ഐറിഷ് മലയാളി KR അനിൽകുമാറിന്റെ പുതിയ ആൽബം റിലീസ് ചെയ്തു. ഏറ്റുമാനൂരപ്പൻ ഏറി വരുന്നിത എന്ന ഗാനമാണ് യൂട്യൂബിൽ റിലീസ് ചെയ്തത്. സേവനങ്ങൾ പുനഃസ്ഥാപിച്ചു. ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് ബംഗ്ലാദേശ്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നടപടി. തന്ത്രപ്രധാന പാക് സിലിക്ക കൂട്ടായ്മയിൽ ഇന്ത്യയും അംഗമായി. ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ ഇന്ന് ഇന്ത്യ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരായ വിവാദ പരാമർശത്തിൽ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി കോടതിയിൽ ഹാജരായി. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിലാണ് അദ്ദേഹം ഹാജരായത്. ഡൽഹിയിലെ AI ഉച്ചകോടി വേദിയിൽ ഷർട്ടൂരി പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പ്രമുഖ കമ്പനികളുടെ CEOമാർ സംസാരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ പണിമുടക്ക് നാളെ. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനാണ് പണിമുടക്കുന്നത്. മങ്കട കൂട്ടിൽ സദാചാര കൊലക്കേസിൽ 5 പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും. മങ്കട സ്വദേശികളായ അബ്ദുൽ നാസർ, ഷറഫുദ്ദീൻ, സുഹൈൽ, അബ്ദുൽ ഗഫൂർ, സക്കീർ ഹുസൈൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രവചനവുമായി പാക് താരം. ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനൽ കാണില്ലെന്ന് പാക് മുൻ താരം മുഹമ്മദ് ആമിർ. ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് തകർന്നെന്നും ആമിർ പറഞ്ഞു. ഇന്ത്യ ഫൈനലിൽ. ഇന്ത്യ A വനിതാ ടീം വനിതാ ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് T20 പോരാട്ടത്തിന്റെ ഫൈനലിൽ. സെമിയിൽ 5 വിക്കറ്റിന് ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. അയർലൻഡിൽ ഇടിമിന്നൽ. അയർലൻഡിൽ ഇന്ന് അതിശക്തമായ ഇടിമിന്നലിന് സാധ്യത. 4 കൗണ്ടുകളിൽ മുന്നറിയിപ്പ്. കേരളത്തിൽ മഴ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജില്ലകളിൽ മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.